16-ാം വയസ്സിൽ ജീവിത പ്രാരാബ്ധത്തെ തുടർന്നാണ് ചന്ദ്രൻ പഠനം നിർത്തി തെങ്ങുകയറ്റ തൊഴിലാളിയായത്. എന്നാൽ തന്നിലെ കായിക താരത്തെ ഉപേക്ഷിക്കാൻ ഇദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. രാവിലെ ജോലിക്കിറങ്ങും, ജോലി കഴിഞ്ഞെത്തിയാൽ ബീച്ചിൽ പരിശീലനത്തിനും ഇറങ്ങും. പതിയെ പതിയെ മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങി. ഒടുവിൽ കഷ്ടപ്പാടിന് പ്രതിഫലവും ലഭിച്ചു. ഏഷ്യൻ മാസ്റ്റേഴ്സ് മീറ്റിൽ മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി. ഏറ്റവും ഇതും കൊണ്ടുപോകാൻ കുറച്ച് കഷ്ടമാണ്. പക്ഷെ നമുക്ക് കായികാധ്വാനം വേണ്ട തൊഴിലുമാണ്. പക്ഷെ ഇതിനോട് എനിക്ക് നല്ല താല്പര്യമായതുകൊണ്ടാണ് ഇതിലേക്ക് ഞാൻ ഇറങ്ങിയത്. ഇപ്പോൾ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി, നല്ല നല്ല പ്രോത്സാഹനം തരാൻ തുടങ്ങി. ഒരുപാട് പേര് വിവരം അന്വേഷിക്കാൻ, അടുത്ത മീറ്റ് എവിടെയാണ്, എങ്ങനെയാണ് പോകുന്നത് എല്ലാം അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നാട്ടുകാരും തെങ്ങുകയറ്റ തൊഴിലാളി കൂട്ടായ്മയുമാണ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തുക നൽകിയത്. അവരുടെ പ്രതീക്ഷകൾ ചന്ദ്രൻ അസ്ഥാനത്താക്കിയില്ല. വെങ്കല മെഡൽ ചന്ദ്രൻ കഴുത്തിലണിഞ്ഞപ്പോൾ ഒരു നാടാകെ ആവേശം കൊണ്ടു. അടുത്ത വർഷം തായ്പേയിൽ നടക്കുന്ന ലോക മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പാണ് അടുത്ത ലക്ഷ്യം. മത്സരങ്ങൾക്കും പരിശീലനങ്ങൾക്കുമായി ഒരു സ്പോൺസറെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ ചന്ദ്രനും കൂട്ടുകാരും. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് സുരേഷിൻ്റെ ഒപ്പം ഗുഡ് മോർണിംഗ് സാരംഗ്. ഇത്രയൊക്കെ മനക്കരുത്തും ആർജവും അങ്ങനെ ഒരു ഓടി ദൗത്യത്തിൽ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ വലിയ സമ്മാനങ്ങൾ നേടണം, ഇങ്ങനെയൊക്കെ മനസ്സിലുള്ള ഒരാൾക്ക് ഒരു സ്പോൺസറേന്നും കിട്ടുന്ന വലിയ സംഭവമായിരിക്കില്ല നമ്മുടെ കേരളത്തിലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ശുഭപ്രതീക്ഷയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. സാധാരണയായിട്ട് ഒരു മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ എക്സ് സർവീസ്മെൻ ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥർ, റിട്ടയർഡ് ആയിട്ടുള്ള കായിക താരങ്ങൾ, കായിക പരിശീലകരൊക്കെ തന്നെയാണ് വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാറുള്ളത്. എന്നാൽ അതൊക്കെ ഒരു മിഥ്യാധാരണയാണെന്ന് തെളിയിച്ച് നമ്മൾക്ക് കാണിച്ചു തന്ന ഒരാളാണ് ഇത്തരത്തിൽ ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന ആൾ. ഒരു സാധാരണക്കാരൻ, വെറും SSLC വിദ്യാഭ്യാസം മാത്രമുള്ള 16-ാം വയസ്സിൽ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങളെ തുടർന്ന് തെങ്ങുകയറ്റ തൊഴിലാളി ആവേണ്ടി വന്ന ഒരാളാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രയും ബുദ്ധിമുട്ടി വരുന്ന ഒരാളാണ്, ഡൗൺ ടു എർത്ത് ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ ഒരു സമയത്തെ ചെറിയ പ്രായത്തിൽ തന്നെ ദീർഘദൂര ഓട്ട മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ നല്ല താല്പര്യമുള്ള ആളായിരുന്നു ചന്ദ്രേട്ടൻ. ഹൈസ്കൂൾ കാലഘട്ടത്തിന്, UP കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. പിന്നെ തൊഴിലിൻ്റെ തിരക്കും വീട്ടിലെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടും ജീവിതവും മുന്നോട്ടേക്ക് കരുപിടിപ്പിച്ച് കൊണ്ടുവന്നതിനിടയിലുള്ള സമയമൊക്കെ ആയപ്പോൾ പതിയെ ഈ കായിക താല്പര്യങ്ങളെയൊക്കെ അദ്ദേഹത്തിന് മാറ്റിവെക്കേണ്ടി വന്നു. പിന്നീട് കുറച്ച് സമയം കിട്ടുന്ന സമയത്തൊക്കെ അദ്ദേഹം രാവിലെ സ്വാഭാവികമായിട്ടും തൊഴിലിന് പോകും. നമുക്കറിയാം, തെങ്ങുകയറ്റ തൊഴിൽ എന്ന് പറയുന്ന സമയത്ത് ഏറെ കായികാധ്വാനം വേണ്ട ഒരു തൊഴിലാണ്. കാരണം മറ്റ് ഉപകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. തനി നാടൻ രീതിയിലാണ് ചന്ദ്രേട്ടൻ തേങ്ങ പറിക്കാനായിട്ട് തെങ്ങിന് മുകളിലേക്കൊക്കെ കയറുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ സമയത്ത് അത്രയും അധ്വാനം വേണ്ടി വന്നതിന് ശേഷവും ചന്ദ്രേട്ടൻ പിന്നീട് വൈകിട്ടത്തേക്ക് സമയം കണ്ടെത്തിക്കൊണ്ട് കടൽ തീരത്ത് പോയിട്ട് ഓടി പരിശീലിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതും ചില്ലറ ഓട്ടമൊന്നുമില്ല. നമ്മളിപ്പോൾ പയ്യോളി എക്സ്പ്രസ് എന്ന് പറയുന്ന PT ഉഷയെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. കടപ്പുറത്ത് കൂടെയൊക്കെ ഓടിയിട്ട് കടൽ തിരമാലകളെ തൊട്ടുകൊണ്ട് ഓടിയിട്ടാണ് അവരുടെ കാലുകൾക്ക് അത്രയും ദൃഢമായിട്ടുള്ളൊരു ശക്തി ലഭിച്ചത്. അതിന് സമാനമായിട്ടൊരു സംഭവം തന്നെയാണ് ചന്ദ്രേട്ടനുള്ളത്. കാരണം ദിവസവും 8-10 കിലോമീറ്ററാണ് ഓടി പരിശീലിക്കുന്നത്. അങ്ങനെ ഓടി ചന്ദ്രേട്ടൻ പിന്നീട് ആദ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട മാരത്തോൺ മീറ്റുകളിലൊക്കെ പങ്കെടുത്തു. പിന്നീട് ദേശീയ തലത്തിലുള്ള മാരത്തോൺ മീറ്റുകളിലൊക്കെ പങ്കെടുക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പ്രത്യേക പ്രായം കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ നിന്നായിട്ട് ഒരു വിവരം കിട്ടുന്നത്, ഇത്തരത്തിൽ മാസ്റ്റേഴ്സ് ടൂർണമെൻ്റ് ഉണ്ട്, അപ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിയുന്നു. അപ്പോൾ പഴയ ഒരു ദീർഘദൂര ഓട്ടക്കാരൻ, എപ്പോഴും ഒരു സ്പോർട്സ്മാൻ ഉള്ളിലുണ്ടാവും എന്ന് നമ്മൾ പറയില്ല, ഒരു കായിക താരത്തിനുള്ളിൽ. അപ്പോൾ അദ്ദേഹം അത് വീണ്ടും സടകുടഞ്ഞ് എഴുന്നേറ്റു. അദ്ദേഹം വീണ്ടും ടൂർണമെൻറ്റുകളിൽ പങ്കെടുത്തു തുടങ്ങി. അങ്ങനെ കാസർഗോഡ് ജില്ലാതല മത്സരം കാസർഗോഡ് നീലേശ്വരം സ്കൂളിലെ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ അവിടെ പങ്കെടുത്തു, സമ്മാനം ലഭിച്ചു. സംസ്ഥാനതല പരിപാടികളിൽ പങ്കെടുത്തു, അതിൽ വിജയം കൊയ്തു. ദേശീയ തലത്തിൽ വിജയം കൊയ്തു. അങ്ങനെ 1-2 തവണയൊക്കെ ദേശീയ തലത്തിൽ മെഡലുകൾ നേടി. പക്ഷേ ഒരു സ്പോൺസറെ കണ്ടെത്താൻ നല്ല ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് നാട്ടുകാരുണ്ട്. അവരുടെ കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തെങ്ങുകയറ്റ തൊഴിലാളികളെയും തെങ്ങിന് ഇഷ്ടപ്പെടുന്ന ആളുകളുടെയൊക്കെ തന്നെ കൂട്ടായ്മയാണ്. അപ്പോൾ ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ഒരാൾ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹി കൂടിയാണ് ചന്ദ്രൻ ചേട്ടൻ. അപ്പോൾ ചന്ദ്രൻ ചേട്ടനെ അവരെല്ലാവരും കൂടെ ചെറിയ രീതിയിലെങ്കിലും ഫിനാൻഷ്യലി ഒക്കെ സാമ്പത്തികമായി സഹായിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡ തരത്തിലുള്ള ഒരു ഏഷ്യൻ ലെവലിലുള്ള ഒരു ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ശ്രീലങ്കയിൽ പോകുന്നു. അവിടെ നിന്ന് നാടിൻ്റെ അഭിമാനമായിട്ട് 5000 മീറ്ററിൽ വെങ്കല മെഡൽ നേടി.
ഇനി അദ്ദേഹത്തിന് മുന്നിലുള്ള കടമ്പ എന്ന് പറയുന്നത് അടുത്ത വർഷം തായ്പേയിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് ആണ്. അപ്പോൾ അതിൽ പങ്കെടുക്കണമെങ്കിൽ ഇത്തരത്തിൽ ചെറിയ ഫണ്ടോ കാര്യങ്ങളോ ഒന്നും പോരാ. അതിന് നല്ല രീതിയിലുള്ള പരിശീലനം വേണം, നല്ല ഉപകരണങ്ങൾ വേണം, അദ്ദേഹത്തിന് വസ്ത്രവും അതുപോലെ തന്നെ യാതൊരു സംശയമില്ല, ചന്ദ്രേട്ടൻ അതിനുവേണ്ടി ഒരു സ്പോൺസറെ കിട്ടും, ഒരു പ്രശ്നമില്ല.